Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തണ്ണിമത്തൻ ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിനെ ഞാനൊരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ഈ കുരു കളയാനായിട്ട് ഇതിന്റെ ഈ മേൽഭാഗം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇതിന്റെ ഈ ഒരു സെന്റർ പാർട്ടിലായിരിക്കും മൊത്തം കുരു ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് സെന്ററിൽ നിന്ന് ഇതുപോലെ ഈ കുരുവൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം നല്ല എളുപ്പമായിട്ട് നമുക്ക് കുരു എടുത്ത് കളയാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തേച്ചാൽ മതി. കടല്ലേ ഒട്ടും കുരുവില്ല. അതായത് എല്ലാതും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ നമ്മൾ മാക്സിമം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നടുക്കുന്ന കട്ട് ചെയ്യുമ്പോഴും അതുപോലെ ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കുരു റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിന്റെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് ഞാൻ എടുത്തു വെച്ചേക്കാം കേട്ടോ. ആ തൊണ്ട് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഉടനടി തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിപ്പോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഒരുപാട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിൻ്റെ ഈ ജ്യൂസിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു കളർ ലഭിക്കുന്ന വരെ പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കാരണം പാലൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനതെല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ സബ്ജ സീഡ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഈ കളറ് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയാണ് കേട്ടോ ഒറിജിനലായിട്ട് കാണുമ്പോൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതിന്റെ മുകളിലായിട്ട് കുറച്ചൊരു ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കീറിയിട്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ്, വെറൈറ്റി ആയിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.